ഇങ്ങനെ പേടിക്കാതെടാ എന്നൊരു സിനിമയിൽ സാക്ഷാൽ സ്വരാജ് വെഞ്ഞാറമൂട് കോമഡിയായി പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയുടെയും പോലീസിന്റെയും മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ്. ഇവിടെ എന്തായിരുന്നു ബഹളം? പിണറായി വിജയൻ റോഡിലൂടെ പോകുമ്പോ കരിങ്കൊടി കാണിക്കുന്നവർ, ഒരു ഫംഗ്ഷന് വരുമ്പോ കറുത്ത ഷർട്ട് ഇടുന്നവരെ പോലും അന്യായമായി അറസ്റ്റ് ചെയ്യുന്നു, ശക്തമായി അവിടെ നിന്ന് ആളുകളെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച UDF പ്രതിപക്ഷത്തിരുന്ന നാളുകളെ മറന്നുകൊണ്ടാണ് ഇന്നൊരു സംഭവം ഉണ്ടായത്. ആഭ്യന്തരമന്ത്രി പ്രവേശനോത്സവത്ത് വരുന്നതിന് മുമ്പ് കോഴിക്കോട് SFI നേതാക്കളെ കരുതൽ തടങ്കലിലേക്ക് വെക്കുന്ന ഒരു രീതിയിലേക്ക് പോലീസ് ഇന്ന് പോയി എന്നുള്ളതാണ്. ഒരു മന്ത്രി ഒരു സ്ഥലത്ത് വരുമ്പോ അവിടെ പ്രതിഷേധം ഉണ്ടാകുമ്പോ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോ പോലീസ് എടുക്കുന്ന നടപടിയാണ് ഇതെന്ന് ഇപ്പോഴെങ്കിലും UDF-നും ആഭ്യന്തരമന്ത്രിക്കും തിരിഞ്ഞിട്ടുണ്ടാവും. വെറും രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞുകൂട്ടിയ വാചകങ്ങളായി കരിങ്കൊടി പ്രതിഷേധത്തെ അന്ന് LDF ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും നേരിട്ടതിന് രായ്ക്ക് രാമാനം നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന UDF ഇന്ന് SFI നേതാക്കളെ കരുതൽ തടങ്കലിലേക്ക് വിടുമ്പോ കഴിഞ്ഞ കാലത്തെ മറക്കുമെന്ന് കരുതിയാണോ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ്. എന്തെല്ലാം പ്രക്ഷോഭങ്ങളാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, പരാമർശങ്ങളാണ് നിങ്ങളെന്ന് ചെയ്തത് മുഴുവൻ. കറുത്ത ഷർട്ട് ഇടുന്നവരെ കടന്നാക്രമിക്കുന്ന മുഖ്യനും ആഭ്യന്തര വകുപ്പും എന്ന ക്യാമ്പയിൻ പോലും, ടാഗ്ലൈൻ പോലും ഈ നാട്ടിൽ പ്രചരിപ്പിച്ചവരല്ലേ നിങ്ങൾ? ആഭ്യന്തരമന്ത്രി കോഴിക്കോട്ട് പ്രവേശനോത്സവത്തിന് വരുമ്പോ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ആഭ്യന്തരമന്ത്രി എത്തിയിട്ട് പോലുമില്ല. അതിനു മുമ്പേ SFI നേതാക്കളെ കരുതൽ തടങ്കലിലേക്ക് വിടുന്ന അന്യായമായ പ്രവണതയാണ് ഇന്ന് കാണിച്ചത് എന്നുള്ളതാണ്. ED റെയ്ഡിൽ പോലീസ് മുഖം രക്ഷിക്കാനാവാത്ത വിധം അധപ്പതനത്തിലേക്ക് പോയപ്പോ ആഭ്യന്തരമന്ത്രിക്ക് പോലീസിനോട് സംയമനം പാലിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന വെറും നാടകീയ പരാമർശം നടത്തുമ്പോ എന്തിനും ഏതിനും കഴിഞ്ഞ കാലത്തെ മറന്ന് കള്ളത്തരം മാത്രം പറയുന്ന സാക്ഷാൽ മുഖ്യമന്ത്രി പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് നാണമില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോ അതിനെ മുഴുവൻ ന്യായീകരിക്കാൻ ഇനിയും ഒരു പ്രതിഷേധം ഉണ്ടായാൽ നട്ടെല്ലുറപ്പോടെ ഇറങ്ങി പ്രതിരോധിക്കാൻ, അതിനെ ശക്തമായി ഇല്ലായ്മ ചെയ്യാൻ ഈ നാട്ടിലെ പോലീസിന്റെ നട്ടെല്ലിന്റെ ബലം പോലും കുറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് SFI നേതാക്കളെ കരുതൽ തടങ്കലിലേക്ക് ഇന്ന് വിട്ടതെന്ന് പറയാതെ വയ്യ. ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ പ്രതിഷേധാത്മകമായി പ്രതിഷേധം കത്തിക്കയറുമ്പോ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, വകുപ്പ് മന്ത്രിമാർ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കൃത്യമായ ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തന്നെയാണ് അന്നത്തെ കാലത്ത് കരിങ്കൊടിക്കെതിരെ നടന്ന അറസ്റ്റുകളൊന്നും ഇപ്പോഴെങ്കിലും പറയാനുള്ള ആർജവം ആഭ്യന്തര വകുപ്പും ഇന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കാണിക്കുക തന്നെ വേണം.